എന്ത് പറ്റി ഈ കുട്ടി ഒരു ദിവസം തന്നെ 5-10 വീഡിയോ ഇടുന്നത്, നാളെ ലോകം അവസാനിക്കുകയാണോ, എന്ത് പറ്റി, വട്ടായോ? ഞാനൊന്നും ചിന്തിക്കരുത് കേട്ടോ. അല്ല, ചിന്തിക്കരുതെന്നല്ല, ചിന്തിച്ചാൽ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് നന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം കിട്ടുക അത്രയ്ക്കും വലിയ തിരക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, മടി മടി മടി, ഭയങ്കര മടി. അയ്യയ്യോ, എന്തൊരു മടി! ലോകത്തിലെ ഏറ്റവും മടിയുള്ള വ്യക്തി ഞാനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തോ പറ്റി, മടിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചാൽ ഒരു സിനിമയുടെ ഇടയ്ക്ക് വരുന്നൊരു ഇടവേള എന്ന് പറയുന്നത് പോലെ വലിയൊരു മടി. ആ ഒരു ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പോഴത്തേനും ഒന്നിടാന്ന് വെച്ചാൽ ഒന്നുമല്ല കേട്ടോ, സോറി, ജസ്റ്റ് കിഡിങ്. ഞാൻ പറയുന്നത് ചില ചിന്തകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാനൊക്കെ തോന്നുവേ, ആ ഒരു ബേസിലിടുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇന്നല്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു കാര്യമാണ്. ഈയിടെ എൻ്റെ കൂട്ടുകാരെ എന്നോട് ചോദിച്ചു, നിനക്ക് ചാനലുണ്ടോ, നിനക്ക് യൂട്യൂബ് വ്ളോഗിങ് ഒക്കെ തുടങ്ങിയോ? അയ്യോ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ അമർത്താനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതൊക്കെ ഷോർട്സാണ് എങ്കിലും. പക്ഷേ അതായെന്തെന്ന് വെച്ചാൽ, നമുക്ക് ജെന്യുവനായിട്ട് നമ്മൾ ആരെക്കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളെയും നമ്മുടെ അയൽക്കാരെയും കൊളീഗ്സിനെയൊക്കെ അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം നമ്മുടെ കൂട്ടുകാരിയല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ അവർ നമ്മുടെ കണ്ടൻറ്റ് കാണണമെന്നില്ല, നമ്മുടെ കണ്ടൻറ്റ് സ്ഥിരമായി കാണണം എന്നുമില്ല. ഒന്ന് കണ്ട് ചിലപ്പോൾ ലൈക്ക് അടിച്ചിട്ടൊക്കെ പോകും, ചുമ്മാ പേരിൻ്റെ കമൻറ്റ്, അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും. എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജെന്യുവനായിട്ട് എൻ്റെ ഈ ഇടുന്ന വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ, അതല്ല നല്ല ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റോ, അതൊക്കെയല്ലേ നല്ലത്. പിന്നെ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ കള്ളം പറയാൻ ആഗ്രഹമില്ല. എനിക്ക് അങ്ങനെ വലുതൊന്നും ആവണ്ട, മോണിറ്റൈസ് ഒന്നും ചെയ്യേണ്ട, പൈസയ്ക്ക് വേണ്ടിയല്ല ഒന്നും പറയുന്നില്ല. എല്ലാവരെയും പോലെ യൂട്യൂബൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് ഒരു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ട് മോണിറ്റൈസൊക്കെ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ അങ്ങനെ പോട്ടെ, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. പിന്നെ വെറുതെ ചുമ്മാ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും ആയിരിക്കത്തില്ല. ഇനിയും ഉണ്ടാവും കുറേ വീഡിയോസ്, തോട്ട്സ്, ചിന്തകളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ ഈ പറയുന്നത് പോലെ പാട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എല്ലാം മിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ബൈ, സീ യു അഗൈൻ.